നമ്മൾ വളരെ കോമൺ ആയി കേൾക്കുന്ന ഒരു അസുഖമാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്നാൽ നമ്മുടെ കൈയുടെ തോളിന്റെ കുഴ തെറ്റുന്ന അസുഖം. നമുക്ക് ഇതിനെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാഹിദ് ലത്തീഫ്, കൊല്ലം NS ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. എന്താണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ? നമ്മുടെ കൈയുടെ കുഴ അതിന്റെ ജോയിന്റിന്റെ യഥാസ്ഥാനത്ത് നിന്നും തെറ്റി മാറിപ്പോകുന്നതിനാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 1,00,000 ആൾക്കാരിൽ 15 മുതൽ 25 ആൾക്കാർക്ക് വരെ ഒരു വർഷം ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരാറുണ്ട്. ഇത് യൂഷ്വലി ആണുങ്ങളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും ഫീമെയിൽസിലും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കോമൺ തന്നെയാണ്. എന്നാൽ മെയിൽസിലും ഫീമെയിൽസിലും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരുന്ന ഏജിൽ ഡിഫറൻസ് പ്രകടമാണ്. ആണുങ്ങളിൽ കൂടുതലും 20 മുതൽ 30 വയസ്സിനിടയിലാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ കാണാറുള്ളത്. പെണ്ണുങ്ങളിലാകട്ടെ ഇതൊരു 60 വയസ്സിന് മുകളിലോട്ടാണ് പ്രകടമാകുന്നത്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഷോൾഡർ ആ യഥാസ്ഥാനത്ത് നിന്ന് മാറിപ്പോകുമ്പോൾ അതിന് ചുറ്റുമുള്ള ലിഗമെന്റ്സോ മസിലുകളോ ഒക്കെ വിള്ളൽ വരാറുണ്ട്. ഇത് എത്ര സിവിയർ ആയിട്ടാണ് ആ ഇൻസിഡന്റ് ഉണ്ടായത് അതിനനുസരിച്ചാണ് അവിടെ ഡാമേജ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഷോൾഡർ ഡിസ്ലൊക്കേഷന്റെ ട്രീറ്റ്മെന്റും അവിടെ ഡിസ്ലൊക്കേഷൻ ആയപ്പോൾ ഉണ്ടായ ഡാമേജും പിന്നീട് ഈ ഡിസ്ലൊക്കേഷൻ റിക്കറന്റ് ആയിട്ട് വരാനുള്ള സാധ്യതയും അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവുന്ന കോമൺ പൊസിഷൻ നമ്മൾ ഈ എറിയുന്ന ആക്ഷനിലോട്ട് കൈ പോകുമ്പോഴാണ്. അതായത് നമ്മുടെ കൈ നമ്മുടെ ശരീരത്തിൽ നിന്ന് അകലുകയും പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചെറിയാനുള്ള ആക്ഷൻ എടുക്കുമ്പോഴാണ് ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവുന്നത്. അതിനാൽ തന്നെ റിക്കറന്റ് ആയിട്ടുള്ള ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരാൻ സാധ്യത കുറയ്ക്കാൻ ഒരു വട്ടം ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുള്ളവർ ഈ ഓവർഹെഡ് ത്രോയിങ് ആക്ടിവിറ്റീസ് ലിമിറ്റ് ചെയ്യേണ്ടതാണ്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ യൂഷ്വലി പേഷ്യന്റിന് ഒരു വേദനയും കൂടാതെ വളരെ ഫോഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ പിടിച്ചിടാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ 3 ആഴ്ച വരെ കൈ ഒരു വള്ളിയിലിട്ട് പൂർണ്ണമായും റെസ്റ്റ് കൊടുക്കേണ്ടതാണ്. ഈ റെസ്റ്റ് എടുക്കുന്നതിലൂടെ പിന്നീട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരാനുള്ള സാധ്യത നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഒരു ഒറ്റവട്ടം മാത്രം ഡിസ്ലൊക്കേറ്റ് ആയ ഷോൾഡറിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റും ആവശ്യമില്ല. അത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ യൂഷ്വലി നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യും. എന്നാൽ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആദ്യമേ ഉണ്ടാകുന്ന ഏജ്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് റീഡിസ്ലൊക്കേറ്റ് ചെയ്യുമില്ല എന്നുള്ള തീരുമാനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആയവരിൽ ഇത് പിന്നീട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടീനേജ് പ്രായത്തിൽ ഡിസ്ലൊക്കേറ്റ് ആയ ഷോൾഡർ 90% വരെ അടുത്ത 2 വർഷത്തിനുള്ളിൽ റീഡിസ്ലൊക്കേഷന് സാധ്യതയുണ്ട്. 40 വയസ്സിന് മുകളിൽ ഉള്ള ഫസ്റ്റ് ഡിസ്ലൊക്കേഷൻ രണ്ടാമതൊരു റീഡിസ്ലൊക്കേഷനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ഇനിഷ്യൽ ഡിസ്ലൊക്കേഷൻ സമയത്തുണ്ടാകുന്ന ഷോൾഡറിന്റെ ക്ഷതം ഇത് വീണ്ടും പോകുമോ ഇല്ലയോ എന്നുള്ളതിന് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ റിക്കറന്റ് ആയി വരുമ്പോഴാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് പേഷ്യന്റ് അറിയാതെ തന്നെ അവർ ചെറിയ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോഴോ ജസ്റ്റ് കൈ മുടി ചെയ്യാൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ കൈ പിടിക്കാൻ എടുക്കുമ്പോഴോ ഒക്കെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആകാം. റിക്കറന്റ് ആയിട്ട് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉള്ള പേഷ്യന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവർ ആഴമുള്ള സ്വിമ്മിംഗ് പൂളിലോ കുളത്തിലോ ഒന്നും ഇറങ്ങരുത്. കാരണം അവർക്ക് വെള്ളത്തിൽ വെച്ച് തന്നെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, ഇവർ ബസ്സിൽ കൈ എത്തിപ്പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കല്ലെറിയാനായിട്ട് കൈ ഓങ്ങുമ്പോഴോ ഒക്കെ ഇത് ഡിസ്ലൊക്കേറ്റ് ആകാം. അപ്പം ഈ ആക്ടിവിറ്റീസ് ഒരു പരിധി വരെ അവർ കഴിവതും റെസ്ട്രിക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് റീഡിസ്ലൊക്കേഷനുള്ള സാധ്യത കുറയ്ക്കും. എന്നാൽ ഒരു കാറ്റഗറി പേഷ്യൻസിന് ഈ ആക്ടിവിറ്റി എല്ലാം റെസ്ട്രിക്ട് ചെയ്താലും ഇവർക്ക് ചെറിയ ആക്ടിവിറ്റിയിൽ പോലും ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആകാം. അപ്പോൾ റിക്കറന്റ് ആയി ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജോയിന്റിനുള്ളിൽ കൂടുതൽ ക്ഷതമുണ്ടാകും. അതായത് അവിടുത്തെ മസിൽ കൂടുതൽ കീറും, അവിടുത്തെ ലിഗമെന്റിന് വലിവുണ്ടാകും, ക്രമേണ ആ ജോയിന്റിന് തേയ്മാനവും സംഭവിക്കും. അതിനാൽ തന്നെ റിക്കറന്റ് ആയി ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഷോൾഡറിന്റെ ട്രീറ്റ്മെന്റ് സർജറിയാണ്. സർജറി ചെയ്ത് നമ്മൾ ഈ കുഴ തെറ്റാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ലിഗമെന്റും അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലും സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരും. യൂഷ്വലി നമ്മൾ ലിഗമെന്റ് മാത്രം സ്റ്റെബിലൈസ് ചെയ്താൽ ഈ ഷോൾഡർ പിന്നീട് ഡിസ്ലൊക്കേറ്റ് ആകാനുള്ള ചാൻസ് വളരെ കുറയും. പക്ഷേ റിക്കറന്റ് ആയി പലപ്പോഴും പോയ ഒരു ഷോൾഡറിൽ എല്ലിന് ക്ഷതമുണ്ടാവുകയും ആ അവസ്ഥയിൽ നമ്മൾ എല്ല് തന്നെ കറക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യേണ്ടി വരാറുമുണ്ട്. ഈ 2 പ്രൊസീജിയറും കീഹോൾ വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ ആയോ ചെയ്യാം. വളരെ പഴക്കം ചെന്ന ഷോൾഡർ ഡിസ്ലൊക്കേഷൻസിന് ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരാറുണ്ട്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സർജറി കഴിഞ്ഞാൽ 3 മുതൽ 6 ആഴ്ച വരെ റെസ്റ്റ് എടുക്കുകയും അതിനുശേഷം ഫിസിയോതെറാപ്പിയും ഷോൾഡർ സ്ട്രെങ്തനിങ്ങും എക്സസൈസ് ചെയ്ത് അവർക്ക് ഒരുവിധം പൂർണ്ണ തോതിൽ തന്നെ അവരുടെ കൈയുടെ പ്രവർത്തനം തിരിച്ചു കിട്ടുന്നതാണ്. അതിനാൽ ആവർത്തിച്ചുണ്ടാകുന്ന ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ജോയിന്റിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ സർജറി ചെയ്യുന്നതാണ് ഉത്തമം. താങ്ക് യു സോ മച്ച്.